Welcome back to my channel, English Grammar Teaching and Learning. Let us continue the poem Seedling. ഇനി നമുക്ക് ആ പദ്യത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി പോയം ടെൽ അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് മോട്ടിവേഷൻ ടു അച്ചീവ് സക്സസ്? വാട്ട് ഈസ് ദി പോയം ടെൽസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് മോട്ടിവേഷൻ ടു അച്ചീവ് സക്സസ്? ഇപ്പോൾ വിജയം നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വയാർജിതമായിട്ടുള്ള പ്രചോദനം ഉണ്ടാവണം, സെൽഫ് മോട്ടിവേഷൻ. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മുടെ ഈ പദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ദി പോയം സജസ്റ്റ് ദാറ്റ് സെൽഫ് മോട്ടിവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഷുഡ് സ്ട്രൈവ് ടു ഡു ദെയർ ബെസ്റ്റ് despite their limitations by adopting a positive and determined mindset. അതായത് പദ്യം നിർദ്ദേശിക്കുന്നത് എന്താണ്? സ്വയാർജിതമായിട്ടുള്ള ഒരു താല്പര്യം, സെൽഫ് മോട്ടിവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഏതൊന്നിന്റെയും വളർച്ചയ്ക്കും വികാസത്തിനും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ത്? സെൽഫ് മോട്ടിവേഷൻ. And that individuals should strive to do their best. വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ ആ പരിശ്രമത്തിലൂടെ വേണം അവരത് നേടിയെടുക്കാൻ. അപ്പോൾ വ്യക്തികൾക്ക് ഒരുപാട് ഡെസ്പൈറ്റ് ദെയർ ലിമിറ്റേഷൻസ്, ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും അത് നേടിയെടുക്കണമെങ്കിൽ അതിന് പരിശ്രമം നടത്തണം. അതിന് അങ്ങനെ പരിശ്രമിക്കണമെങ്കിൽ അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് എന്തായിരിക്കണം? സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കണം. ബൈ അഡോപ്റ്റിംഗ് എ പോസിറ്റീവ് ആൻഡ് ഡിറ്റർമിൻഡ് മൈൻഡ് സെറ്റ്, അതിന് യഥാർത്ഥത്തിൽ പോസിറ്റീവായിട്ടുള്ള ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ വേണം. രണ്ട് പ്രധാനപ്പെട്ട പ്രോവർബുകൾ ഞാനിവിടെ കോട്ട് ചെയ്യുന്നു. യു ക്യാൻ ടേക്ക് എ ഹോഴ്സ് ടു വാട്ടർ ബട്ട് യു കോണ്ട് മേക്ക് ഇറ്റ് ഡ്രിങ്ക്. അപ്പൊ നമുക്കൊരു കുതിരയെ വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം, പക്ഷേ അതിനെ കുടിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. We can take a horse to the water, but we can't make it drink. Like that, you can force a child to sit in the classroom, but he will study only if he will sit. ഒരു കുട്ടിയെ നമുക്ക് നിർബന്ധിച്ച് ക്ലാസ്സിൽ കൊണ്ടിരുത്താം, പക്ഷേ അവൻ പഠിക്കണമെങ്കിൽ അവന് ഒരു നിശ്ചയം ഉണ്ടായിരിക്കണം. അതാണ് യു ക്യാൻ ഫോഴ്സ് എ ചൈൽഡ് ടു സിറ്റ് ഇൻ ദി ക്ലാസ് റൂം ബട്ട് ഹി വിൽ സ്റ്റഡി only if he will sit. അതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ ഇവിടെ സെൽഫ് മോട്ടിവേഷൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് we come to the appreciation of the poem The Seedling by Paul Laurence Dunbar. പോൾ ലോറൻസ് ഡൺബറിന്റെ ദി സീഡ്ലിംഗ് എന്ന പോയത്തിന് ഒരു അപ്രീസിയേഷൻ, നമ്മളൊരു പ്രശംസാപത്രം തയ്യാറാക്കുകയാണ്. ഫസ്റ്റ് വൺ, ടൈറ്റിൽ. അപ്പൊ നമുക്ക് ടൈറ്റിൽ ദി സീഡ്ലിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. കൂടാതെ സെൽഫ് മോട്ടിവേഷൻ എന്ന ടൈറ്റിൽ കൊടുക്കാം. സ്റ്റഡി ഫ്രം നേച്ചർ, ട്രാൻസ്ഫോർമേഷൻ ത്രൂ പെർസിവറൻസ്, ഇങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം ഒന്നുകിൽ നമുക്ക് ദി സീഡ്ലിംഗ് എന്ന അദ്ദേഹത്തിന്റെ പദ്യത്തിന്റെ പേര് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു അപ്രീസിയേഷൻ എഴുതുമ്പോൾ ടൈറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് അതിന്റെ തീം അനുസരിച്ച്. ഇപ്പോൾ തീമുമായി ബന്ധപ്പെട്ടതാണ് ഈ എഴുതിയിരിക്കുന്നത്. സെൽഫ് മോട്ടിവേഷൻ, സ്റ്റഡി ഫ്രം നേച്ചർ ഓർ ട്രാൻസ്ഫോർമേഷൻ ത്രൂ പെർസിവറൻസ്. അപ്പോൾ ഒരു സ്വയാർജിതമായ പ്രചോദനം അല്ലെങ്കിൽ സ്റ്റഡി ഫ്രം നേച്ചർ, നമ്മൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക. അതായത് ഈ സീഡ്ലിംഗ് അല്ലെങ്കിൽ ഈ തൈച്ചെടി നൽകുന്ന പാഠം പ്രകൃതി നൽകുന്ന പാഠമാണ്. ട്രാൻസ്ഫോർമേഷൻ ത്രൂ പെർസിവറൻസ്, സ്ഥിരോത്സാഹത്തിൽ നിന്ന് ഉണ്ടാകാവുന്ന പരിവർത്തനം, ആ ചെടിയുടെ പടിപടിയായിട്ടുള്ള വളർച്ച. ദെൻ അപ്പോൾ ടൈറ്റിൽ കഴിഞ്ഞ് പിന്നെ ഇൻട്രൊഡക്ഷൻ ആണ്. ദിസ് പോയം ദി സീഡ്ലിംഗ് ഈസ് റിട്ടൺ ബൈ പോൾ ലോറൻസ്. പോൾ കവിയെ കുറിച്ച് നമ്മൾ ഒരു വരി സൂചിപ്പിക്കുന്നു. ദിസ് പോയം ദി സീഡ്ലിംഗ് ഈസ് റിട്ടൺ ബൈ പോൾ ലോറൻസ് Dunbar, an American poet, novelist and short story writer.
അദ്ദേഹം പോയറ്റാണ്, നോവലിസ്റ്റാണ്, അതുപോലെ ചെറുകഥാകൃത്താണ്. ദി സീഡ്ലിംഗ് ഈസ് എ ഷോർട്ട് യെറ്റ് ഇൻസ്പിറേഷണൽ പോയം that explores the theme of growth, then perseverance and moral development through the life of a young plant. ഇതിലൂടെ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ദി സീഡ്ലിംഗ് ഈസ് എ ഷോർട്ട് യെറ്റ് ഇൻസ്പിറേഷണൽ പോയം. ഈ പദ്യം വളരെ ചെറുതാണെങ്കിലും വളരെ ഉത്തേജനം, വളരെ പ്രചോദനം നൽകുന്ന ഒരു പദ്യമാണ്. ദാറ്റ് എക്സ്പ്ലോസ്, അത് വിശകലനം ചെയ്യുന്നതാണ് ദി തീം ഓഫ് ഗ്രോത്ത്, പെർസിവറൻസ് ആൻഡ് മോറൽ ഡെവലപ്മെന്റ്. വളർച്ച, അതുപോലെ തന്നെ സ്ഥിരോത്സാഹം, അതുപോലെ ദാർശനികമായിട്ടുള്ള വികാസം, ഇതൊക്കെയാണ് ഈ ചെറിയ തൈച്ചെടിയുടെ വളർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മോറൽ ഡെവലപ്മെന്റ് ത്രൂ ദി ലൈഫ് ഓഫ് എ യങ് പ്ലാന്റ്. യങ് പ്ലാന്റ് ഇവിടെ സീഡ്ലിംഗ്. Thus, this poem energizes and encourages the readers, especially the little folk, means teenage students, to embrace hard work, humility and resilience. അങ്ങനെ ഈ പദ്യം എനർജൈസസ്, ഊർജ്ജസ്വലരാക്കുന്നു, ആൻഡ് എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുന്നു, ദി റീഡേഴ്സ്, വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് ഊർജം പകരുന്നു. പ്രത്യേകിച്ച് എസ്പെഷ്യലി ദി ലിറ്റിൽ ഫോക്ക്, ചെറിയ ലിറ്റിൽ ഫോക്ക്, കവി തന്നെ അങ്ങനെ ലിറ്റിൽ ഫോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡൻസ്, ടീനേജ് സ്റ്റുഡൻസ്, അതായത് 13 മുതൽ 19 വരെയുള്ള 13, 14, 15 ഇങ്ങനെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടു എംബ്രൈസ് ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ എന്തിനെ സ്വീകരിക്കണം? ഒരു ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തെ, ഹ്യൂമിലിറ്റി, വിനയത്തെ, ആൻഡ് റെസിലിയൻസ്, പ്രതിരോധം, ഇതിനെയും പ്രതിരോധിക്കാനുള്ള ശക്തി. ഇതൊക്കെയാണ് നമ്മൾ ആ സീഡ്ലിംഗിലൂടെ കണ്ടുവരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് പഠിക്കുക. കുട്ടികൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ എംബ്രൈസ്, ആലിംഗനം ചെയ്യേണ്ടത് എന്ന് പറയാൻ, ദാറ്റ് മീൻസ് സ്വീകരിക്കേണ്ടത് കഠിനാധ്വാനമായിരിക്കണം, അതുപോലെ തന്നെ വിനയമുണ്ടായിരിക്കണം, പ്രതിരോധ ശക്തി, എന്തിനേയും നേരിടാനുള്ള ഒരു ചങ്കൂറ്റം. നെക്സ്റ്റ് തീമിലേക്ക് പോകാൻ നോക്കി. ദി പോയം പ്രസൻസ് ദി ജേർണി ഓഫ് എ ഫ്രാഞ്ചൈൽ സീഡ്ലിംഗ്. ഈ പദ്യം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു വീക്കായിട്ടുള്ള തൈച്ചെടി, അതിന്റെ വളർച്ച, അതിന്റെ ജീവിത യാത്രയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡെസ്പൈറ്റ് ഇറ്റ്സ് വീക്ക്നെസ്, അതിന് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും, സ്ട്രൈവ് ടു ഗ്രോ, അതെന്തിന് ശ്രമിക്കുന്നു, എന്തിന് പരിശ്രമിക്കുന്നു? വളരാൻ, വിത്ത് ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടു കൂടി. ത്രൂ സൺഷൈൻ, റെയിൻ ആൻഡ് പേഷ്യന്റ് ഇഫർട്ട്, അങ്ങനെ സൂര്യപ്രകാശം, അതുപോലെ തന്നെ മഴ, ക്ഷമയോടുള്ള പരിശ്രമം, ഇതിന്റെയൊക്കെ ഫലമായിട്ട് ദി സീഡ്ലിംഗ് ഫൈനലി ബ്ലോസംസ് ഇൻടു എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അത് അവസാനം പുഷ്പിച്ച് ഒരു മനോഹരമായ പൂവായി മാറുന്നു. ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ചെടിയുടെ ഈ യാത്ര എന്ന് പറയുന്നത്, ദിസ് ജേർണി സിംബലൈസസ് ദി മോറൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് that we achieve when we face life's challenges with effort and hope. ഇപ്പൊ ജീവിതത്തിലെ ചലഞ്ചസ്, വെല്ലുവിളികൾ നമ്മൾ പ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ ആഗ്രഹം കൊണ്ടും നേരിടുന്ന അവസരത്തിൽ മോറൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്, ദാർശനികമായ വളർച്ച, നമ്മളത് നേടുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് ആഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ പ്രയത്നം കൊണ്ടും നടത്തുന്ന അവസരത്തിൽ അതിന് കൂടുതൽ വെല്ലുവിളികളെ അത് ഉയർത്തുന്നു. ദിസ് ജേർണി സിംബലൈസസ് ദി മോറൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ദാറ്റ് വി അച്ചീവ് വെൻ വി ഫേസ് ലൈഫ്സ് ചലഞ്ചസ് വിത്ത് എഫർട്ട് ആൻഡ് ഹോപ്പ്. അപ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതുകൊണ്ട് അത് നേരിടുന്ന എങ്ങനെയാണ്? പ്രയത്നം കൊണ്ടും ആശ കൊണ്ടും. അതാണ് യഥാർത്ഥത്തിൽ ഈ ചെടിയുടെ ജേർണി അല്ലെങ്കിൽ ഈ യാത്ര പ്രതിനിധാനം ചെയ്യുന്നത്. Then literary devices or poetic devices. അടുത്ത നമുക്ക് കവി ഉപയോഗിച്ചിട്ടുള്ള ലിറ്റററി ഡിവൈസസ് ഓർ ദാറ്റ് മീൻസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമേജറി ഫസ്റ്റ് വൺ. അവിടെ സൺ ലൈറ്റ്, ഷവേഴ്സ്, ലീഫ്ലെറ്റ്, സ്റ്റെം, ഫ്ലവേഴ്സ് ആർ
the imagery used by Dunbar are helping readers to visualize the growth process. ഗ്രോത്ത് പ്രോസസ്സിനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഇമേജറികളാണ് സൺലൈറ്റ്, ഷവേഴ്സ്, ലീഫ്ലെറ്റ്, സ്റ്റെം, ഫ്ലവേഴ്സ്. Then next, poetic device or figures of speech that is used by Dunbar. Alliteration. You know what is alliteration? Occurrence of same letter at the beginning of or adjective, അതായത് അടുത്തടുത്തുള്ള വാക്കുകളിൽ ഒന്നുകിൽ തുടക്കത്തിൽ, ആരംഭത്തിൽ, അറ്റ് ദി occurrence of same letter or sound at the beginning, ഒന്നുകിൽ തുടക്കത്തിൽ അല്ലെങ്കിൽ അടുത്തടുത്ത വാക്കുകളിൽ ഇങ്ങനെ ആവർത്തിച്ചു വന്നാൽ അതിനെ നമുക്ക് അലിട്രേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ലിറ്റിൽ ലീഫ്ലെറ്റ്സ്, ലിറ്റിൽ ലീഫ്ലെറ്റ്, ഹേസ്റ്റ് ആൻഡ് ഹറി, സീഡ്ലിംഗ്, സെറ്റ്, ഫൗണ്ട് ഇറ്റ്സെൽഫ് എ ഫ്ലവർ, ഫെയർ, unfading flowers. These are the examples of alliteration used by Dunbar in this poem. Next, നമ്മൾ ഇതിലെ സിംബോളിസം എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. സിംബോളിസം. The seedling itself is a powerful symbol of childhood potential and moral development. ഈ തൈ ചെടി തന്നെ അത് തന്നെ ഒരു ശക്തിയുറ്റ പ്രതീകമാണ്. എന്തിൻ്റെ പ്രതീകം? ഓഫ് ചൈൽഡ്ഹുഡ്, കുട്ടിത്വത്തിൻ്റെ, പൊട്ടൻഷ്യൽ, കഴിവിൻ്റെ, ആൻഡ് മോറൽ ഡെവലപ്മെന്റ്, ആ ദാർശനികമായ വികാസത്തിൻ്റെ. ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ ഫ്ലവർ റെപ്രസെൻറ്റ്സ് ദി ബ്ലോസമിങ് ഓഫ് വിർച്യൂ, ക്യാരക്ടർ ആൻഡ് റിവാർഡ്സ് ഓഫ് പെർസിവറൻസ്. അതിൻ്റെ പരിവർത്തനം, ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ മീൻസ് ഫ്രം എ സീഡ് ടു എ ഫ്ലവറിംഗ് പ്ലാന്റ്, represents the blossoming of virtue. അവിടെ എന്താണ് പുഷ്പിക്കുന്നത് അല്ലെങ്കിൽ വികാസം പ്രാപിക്കുന്നത്? നന്മ, സ്വഭാവം. അതെന്താണ്? റിവാർഡ്സ് ഓഫ് പെർസിവറൻസ്, സ്ഥിരോത്സാഹത്തിന്റെ ഒരു പ്രതിഫലമായിട്ടാണ് അതിനെ നമ്മൾ പ്രതീകാത്മകമാക്കേണ്ടത്. Then personification. Personification is another figure of speech giving human quality to inhuman. അതാണ് personificationന്റെ definition. Personification is a figure of speech that represents giving human quality to inhuman. ഇവിടെ ചെടിക്ക് സംസാരിക്കാനുള്ള ശേഷി കൊടുക്കുന്നു. ടോക്ക്, തിങ്ക്, ഗ്രോ, സെറ്റ്, പാൻ, എക്സെട്ര. അപ്പോൾ ഇവിടെ കവി ഇതെല്ലാം മനുഷ്യനുള്ള ഗുണങ്ങളാണ്, ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ്. അത് ഇൻഹ്യൂമന് നൽകുന്നു. ചെടി സംസാരിക്കുന്നു, ചിന്തിക്കുന്നു, വളരുന്നു, വിയർക്കുന്നു, അണയ്ക്കുന്നു. സിംബലൈസിങ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ട്രയംഫ്. ഇത് എന്തിനെ പ്രതിദാനം ചെയ്യുകയാണ്? ഹ്യൂമൻ എക്സ്പീരിയൻസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ട്രയംഫ്. മനുഷ്യന്റെ അവനുള്ള ഒരു അനുഭവമാണ് സൂചിപ്പിക്കുന്നത്. എന്തിന്റെ അനുഭവം? സ്ട്രഗിൾ ആൻഡ് ട്രയംഫ്, പോരാട്ടത്തിന്റെയും വിജയത്തിന്റെയും. Next, figure of speech metaphor. You know metaphor. Metaphor is another figure of speech using to compare two things without using like or as. As or like ഉപയോഗിക്കാതെ രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് മെറ്റഫർ. സിമിലി അങ്ങനെയല്ല. സിമിലി ഈസ് അനദർ ഫിഗർ ഓഫ് സ്പീച്ച് we are using to compare two things using like or as. As or like ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ സിമിലി എന്ന് പറയും. മെറ്റഫറിൽ അവിടെ വരുന്നില്ല. ഇവിടെ ലൈൻസ് 1 to 6, 9, 10, 20 to 24, 31, 32 ഇത്രയും ലൈൻസ് മെറ്റഫറിനെ സൂചിപ്പിക്കുന്നു. You have to refer your text and study well. Then tone. The tone is warm, nurturing, ഇൻസ്പിറേഷണൽ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. ഇവിടെ കവി ഉപയോഗിച്ചുള്ള ടോൺ എന്താണ്? ഹൃദ്യമാണ്, നർച്ചറിങ് പുഷ്ടിപ്പെടുത്തുന്നതാണ്, ഇൻസ്പിറേഷണൽ പ്രചോദനം നൽകുന്നതാണ്, ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസം നൽകുന്നതാണ്. ദെൻ സ്റ്റൈൽ.
ഈസി ടു ഫോളോ ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാവുന്നതും മനസ്സിലാക്കാൻ എളുപ്പവുമാണ്. കൺക്ലൂഷൻ. ദി പോയറ്റ് എൻകറേജസ് ചിൽഡ്രൻ to emulate the virtues of the seedling by doing their best, staying humble and trusting the process. ഇപ്പോൾ കൺക്ലൂഷനിൽ കവി പറയുന്നത് ദി പോയറ്റ് എൻകറേജസ് ചിൽഡ്രൻ, കുട്ടികളെ പ്രചോദനം അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥിരോത്സാഹം നൽകുകയാണ്. ടു എമുലേറ്റ് ദി വിർച്യൂസ്, നന്മകൾ സ്വാംശീകരിക്കുക, ഓഫ് ദി സീഡ്ലിംഗ്, ഈ സീഡ്ലിംഗിൽ നിന്ന് അവർ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എന്താണ്? നന്മ പഠിക്കുക. ബൈ ഡൂയിങ് ദെയർ ബെസ്റ്റ്, കഴിയാവുന്ന കുട്ടിയാണെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സ്റ്റേയിങ് ഹംബിൾ, എപ്പോഴും വിനയപൂർവ്വം പെരുമാറുക, വിനയത്തോടിരിക്കുക. ആൻഡ് ട്രസ്റ്റിംഗ് ദി പ്രോസസ്, ഏത് പ്രക്രിയയിൽ ഏർപ്പെട്ടാലും അത് വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ സീഡ്ലിങ്ങിനെ പോലെ വളരാൻ ശ്രമിക്കുക. ഇതാണ് യങ് ജനറേഷനോട്, എസ്പെഷ്യലി ദി ടീനേജ് സ്റ്റുഡൻസ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ്. നിങ്ങളിത് അപ്രീസിയേഷൻ വളരെ മനോഹരമായി പഠിക്കുക. ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഗെറ്റ് ദിസ് ക്വസ്റ്റ്യൻ, അപ്രീഷിയേറ്റിംഗ് ദി പോയം ദി സീഡ്ലിംഗ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം നന്നായി പഠിക്കുക. കഴിയുമെങ്കിൽ ഇതിന് ഒരു വിഷ്വൽ ഒക്കെ ഉണ്ടാക്കുക. അതങ്ങനെ നന്നായി പഠിക്കുക, പരീക്ഷ എഴുതുക. വരുന്ന പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.